ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 72-ാം എപ്പിസോഡ്. മനുഷ്യാവതാരത്തിൻ്റെ 2025-ാം ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു മഹാജൂബിലിക്ക് കൂടി ഒരുങ്ങാണ്. 2033 എന്ന വർഷം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്ത അതിൻ്റെ കൃത്യം 2000 വർഷം തികയുന്ന വർഷം 2033. ആ വർഷത്തിലേക്കുള്ള ഒരുക്കമായിട്ട് നമ്മൾ 9 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനം ആരംഭിച്ചിരുന്നു. അതിൽ 72-ാം എപ്പിസോഡാണിത്. ബുധൻ ശനി ദിവസങ്ങളിൽ മറിയത്തോടൊപ്പമാണ് നമ്മൾ യേശുവിനെക്കുറിച്ച് ധ്യാനിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ അവലംബിക്കുന്നത് ഈ തിരുവചന ജപമാല അഥവാ തയോത്തോക്കസിൻ്റെ വചനക്കൊന്ത എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഈ ജപമാലയിൽ നമ്മൾ പല പ്രാവശ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. അതിൽ 7 യാചനകളുണ്ട്. അതിൽ 3-ാമത്തെ യാചന അങ്ങ് യാചനകളിൽ 3-ാമത്തത് അല്ലേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഈ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്നുള്ള അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ തിരുമനസ് നമുക്ക് എങ്ങനെ നിറവേറ്റാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ അറിഞ്ഞാലും നമുക്കത് ജീവിക്കാൻ പറ്റുമോ? അറിഞ്ഞാലും ജീവിക്കാൻ പറ്റുമോ? ഈ തിരുമനസ് നിറവേറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മെ പിന്തിരിപ്പിക്കുന്ന കളങ്കങ്ങൾ ധാരാളമുണ്ട്. നമുക്ക് പാപം, തിന്മ, ക്രൂരത ഒക്കെ നമ്മിലുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ ഉണ്മ, നമ്മുടെ ബീയിങ് ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട്, ദൈവഛായ ആയതുകൊണ്ട് ദൈവഹിതത്തിലേക്കുള്ള പാതയിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. ദൈവഹിതം അറിഞ്ഞാലും അതൊന്നും പൂർത്തിയാക്കാൻ പറ്റില്ല, നിവൃത്തിയാക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞ് കഴുകരുത്. തീർച്ചയായിട്ടും പാപങ്ങളുണ്ട്, തിന്മകളുണ്ട്, ക്രൂരതകളുണ്ട്, ഒക്കെയുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ ഉണ്മ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതിനാൽ ദൈവഹിതത്തിലേക്കുള്ള പാതയിൽ സഞ്ചരിക്കാൻ കഴിയും. നമ്മുടെ വിശേഷ ബുദ്ധിയും സ്വാതന്ത്ര്യവും സ്നേഹവും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, അതൊരു മൃഗത്തിൽ നിന്ന് വരുന്നതല്ല. അതിനാൽ ദൈവഹിതം നിറവേറ്റുന്ന ആ പാതയിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെ ദൈവഹിതം നിറവേറ്റുന്നവരെയാണ് പഴയ നിയമത്തിൽ നീതിമാൻ എന്ന് വിളിച്ചിരുന്നത്. നീതിമാൻ എന്ന് വിളിച്ചാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവർ, ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നവർ, അതാണ് നീതിമാൻ. ഈ സങ്കീർത്തന ഗ്രന്ഥം ആരംഭിക്കുന്നതന്നെ ഈ നീതിമാനെക്കുറിച്ചുള്ള, നീതിമാൻ എന്നുള്ളത് ഭാഗ്യവാൻ കൂടിയാണ്, ആ അവനെക്കുറിച്ചുള്ള, നീതിമാനായ ഭാഗ്യവാനെക്കുറിച്ചുള്ള ഒരു വിചിന്തനത്തോടെയാണ് ഈ ഇസ്രായേലിൻ്റെ പ്രാർത്ഥനാ ഗ്രന്ഥം, സങ്കീർത്തന ഗ്രന്ഥം ആരംഭിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാതെയും യാഹ്വേയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവിടുത്തെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവനല്ലയോ ഭാഗ്യവാൻ. അവരെങ്ങനെ പോലെയാണ്? ആറ്റിൻകരയോരത്ത് നട്ടിരിക്കുന്നതും യഥാകാലം ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയാണവൻ, അവൻ്റെ പ്രവൃത്തികളെല്ലാം സഫലമാകുന്നു. ഈ ആറ്റിൻകര എന്ന് പറയുന്നത് ദൈവവചനത്തെയാണ്. ഈ ആറ്റിൻകരയോരത്ത് നട്ട വൃക്ഷം പോലെ എപ്പോഴും നനവുണ്ട്, കാരണം വേരുകൾ വെള്ളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ദൈവവചനമാകുന്ന പുഴയിൽ അതിൻ്റെ തീരത്ത് നട്ടിരിക്കുന്ന ഒരാളാണ് നീതിമാൻ, കാരണം അവൻ്റെ വേരുകളെല്ലാം വചനത്തിലേക്കാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ധ്യാനിച്ച് സന്തോഷിച്ച് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവനാണ് ഭാഗ്യവാനായ നീതിമാൻ. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിനെക്കുറിച്ചും ആ തിരുമനസ് നിറവേറുന്ന ഇടമായ സ്വർഗത്തെക്കുറിച്ചും യേശു സംസാരിക്കുമ്പോഴും അതിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അവൻ്റെ മനുഷ്യാവതാര ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട വെച്ചിരിക്കുന്നത്. അതായത് ഈ നീതിമാനെക്കുറിച്ചുള്ള പഴയ നിയമ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കർത്താവ് തിരുമനസ്സിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. അതായത് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ പറഞ്ഞയച്ചു യേശു. അവർ ഭക്ഷണമായി തിരിച്ചു വന്നപ്പോൾ അവനൊരു സ്ത്രീയുമായി സംസാരിക്കുന്നത് കണ്ടു. ഭക്ഷണം കഴിച്ചാലും ഗുരുവേ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക, ഇഷ്ടം, അവൻ്റെ ജോലി പൂർത്തിയാക്കുക. യോഹന്നാൻ 4:34. ദൈവപിതാവിൻ്റെ തിരുമനസ്സുമായുള്ള ഏകത്വമാണ് ഏകി സംയോജിച്ചിരിക്കുന്ന അങ്ങനെ സംയോജിച്ചിരിക്കുന്ന അവസ്ഥയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് യേശു വ്യക്തമാക്കുകയാണ്. പിതാവിൻ്റെ ഇഷ്ടവുമായി ക്രിസ്തുവിൻ്റെ പുത്രൻ്റെ ഹിതം ഐക്യതയിലാകുന്നതാണ് അവൻ്റെ ഉണ്മയുടെ, അവൻ്റെ അസ്തിത്വത്തിൻ്റെ അകക്കാമ്പ്. ഒലിവുമലയിൽ വെച്ചിട്ട് പിതാവുമായി ഒരു മൽപ്പിടുത്തം നടത്തേണ്ടി വരുന്നുണ്ട് പുത്രന്. അവിടെ ഒരു സംഭാഷണമുണ്ട്. അപ്പോഴും ഈ മൽപ്പിടുത്തത്തിലും ബേസിക്കായിട്ടുള്ള പുത്രൻ്റെ നിലപാട് എന്താണ്? പിതാവ് കഴിയുമെങ്കിൽ പാനപാത്രം മാറിപ്പോകാൻ അനുവദിച്ചാലും
എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, അങ്ങയുടെ ഹിതം പോലെ എന്ന് ഉടനെ പറയുകയാണ്. എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് മാറിപ്പോകുകയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് തന്നെയാണ് പുത്രൻ പറയുന്നത്. മത്തായി 26:39-42. അതായത് ഇത് യേശുവിൻ്റെ മനുഷ്യാത്മകതയിലേക്കും ദൈവഹിതമായി ഒന്നാകുന്നതിൻ്റെ സംഘർഷത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. ഈ ദൈവഹിതം നിറവേറ്റുന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല, സംഘർഷമുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് പറയാൻ കഴിയണം, നിന്റെ തിരുമനസ് നിറവേറട്ടെ എന്ന്, നിന്റെ തിരുമനസ് പോലെ ആകട്ടെ. ഈ ഹെബ്രായ ലേഖനത്തിൽ യേശുവിൻ്റെ രഹസ്യത്തിൻ്റെ ഉള്ളറകളിലേക്കുള്ള കവാടത്തിൻ്റെ പ്രവേശന താക്കോല് കാണുന്നത് ഒലിവുമലയിലെ മരണതുല്യമായ ഹൃദയ നീറ്റലാണ്. ഹെബ്രായ ലേഖനം 5:7. യേശുവിൻ്റെ ആത്മാവിലേക്കുള്ള ഈ അല്പദർശനത്തെ ആധാരമാക്കി 40-ാം സങ്കീർത്തനം ഉപയോഗിച്ചുകൊണ്ട് ആ രഹസ്യത്തെ വ്യാഖ്യാനിക്കുകയാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ കർത്താവ്. അദ്ദേഹം സങ്കീർത്തനം വായിക്കുന്ന ഇങ്ങനെയാണ്: ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. അപ്പോൾ ഗ്രന്ഥച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഹെബ്രായ ലേഖനം 10-ാമത്തെ അധ്യായമാണ്, 5 10-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. സങ്കീർത്തനം 40:7-9, 7 മുതൽ 9 വരെ. ഇത് മനുഷ്യാവതാരത്തിന് മുമ്പ് സ്വർഗത്തിൽ നടന്ന ഒരു സംഭാഷണമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബലികളിലും മൃഗബലികളിൽ ദൈവം സംപ്രീതനായില്ല. അതുകൊണ്ട് എന്ത് കാര്യം? മൃഗബലികൾ അർപ്പിച്ചിട്ട് ദൈവത്തിന് വല്ല കാര്യമുണ്ടോ? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? സ്വാതന്ത്ര്യവും സ്നേഹവും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരിൽ ദൈവം ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. പക്ഷെ അത് കൊടുക്കാനായിട്ട് മനുഷ്യൻ സാധിക്കുന്നില്ല. കൊടുത്താൽ തന്നെയും അത് ഇങ്ങനെ ശകലീകൃതമാണ്. ഒരല്പം അനുസരിക്കും, പിന്നെ പൊട്ടിപ്പോകും. അപ്പോൾ ഒരു എല്ലാം തികഞ്ഞതും അലംഘനീയമായതുമായ ഒരു അനുസരണം വേണം, ഒരു മാനുഷിക അനുസരണം. ആ അനുസരണത്തിൽ മേൽ മാത്രമേ പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ കഴിയൂ, ഹൃദയത്തിൽ എഴുതപ്പെടുന്ന ഉടമ്പടി സ്ഥാപിക്കാൻ കഴിയൂ. ഇത് തിരിച്ചറിഞ്ഞ പുത്രൻ പറയാണ്, ഇതാ ബലികളിലും മൃഗബലികൾ അങ്ങ് സംപ്രീതനായില്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ ഇതാ വരുന്നു. പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ വരുന്നു. അതാണ് പോയിന്റ്. ഈ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ പുത്രൻ തമ്പുരാന്റെ അസ്തിത്വ സാകല്യം സംഗ്രഹിച്ചിരിക്കുന്ന ഈ വാക്കിലാണ്, ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വരുന്നു. ഇത് തന്നെയാണ് പരിശുദ്ധ കന്യകാമരത്തിൽ നമ്മൾ കാണുന്നത്. നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. മാലാഖ, ദൈവമയച്ച മാലാഖയോട് മറിയം പറയാണ്, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. വചനത്തിൽ ആറാടി നിൽക്കുകയാണ്. പുത്രൻ തമ്പുരാൻ ദൈവപിതാവിന് ഇഷ്ടം നിറവേറ്റാൻ വരുന്നു. അതും ഭൂമിയിലേക്ക് അവൻ വരുന്നത് മറിയത്തിലൂടെയാണ്. ആ മറിയം പറയുകയാണ്, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. അങ്ങനെ ഫിയാത്ത്, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ആകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം മനുഷ്യനായി അവളുടെ ഗർഭത്തിൽ ഉരുവായത്. അതായത് അനുസരണമെന്ന, വിശ്വാസത്തിലൂടെയുള്ള അനുസരണമെന്ന കവാടത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് മറിയത്തിൽ പ്രവേശിച്ചതും അവിടെ ദൈവപുത്രന് രൂപം കൊടുത്തതും. അപ്പോൾ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഇതിന് ഇനിയും കുറച്ചുകൂടി ഒരു ചക്രവാളമുണ്ട്, ഒരു പുതിയ മാനമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ധ്യാനിക്കാം. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ നമുക്ക് കഴിയും. തിരിച്ചറിഞ്ഞാൽ അത് അനുസരിക്കാനായിട്ട് എത്രയൊക്കെ സംഘർഷങ്ങളുണ്ടെങ്കിലും അനുസരിക്കാനായിട്ടും കഴിയും. ഇനി അനുസരണത്തിൽ തോറ്റുപോയാൽ, പരാജയപ്പെട്ടാൽ അത് റിക്കവർ ചെയ്ത് ഹീൽ ചെയ്ത് വീണ്ടും അനുസരണത്തിൻ്റെ പാതയിൽ നടക്കാനുള്ള സംവിധാനം കർത്താവ് സഭയിൽ ഒരുക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ പുത്രൻ തമ്പുരാൻ്റെ അടിസ്ഥാനപരമായ നിലപാട് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. അത് എത്ര സംഘർഷം നിറഞ്ഞതാണെങ്കിലും പറയാൻ അവന് കഴിയുന്നു, അങ്ങയുടെ ഹിതം, എൻ്റെ ഇഷ്ടം പോലെയല്ല നിന്റെ ഹിതം. ഇതെല്ലാം അങ്ങേയറ്റം തീർത്തും മനുഷ്യസ്ത്രീയായിരിക്കുന്ന മറിയത്തിനും പറയാൻ കഴിഞ്ഞു, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. മറിയത്തിനത് പറയാൻ കഴിഞ്ഞു. മറിയത്തിൻ്റെ മക്കളായ നമുക്കത് പറയാൻ കഴിയണം. അപ്പോൾ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തുവിൻ്റെ അമ്മയായ ദൈവമാതാവായ മറിയത്തോട് ചേർന്ന് പറയാണ്, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. അങ്ങയുടെ തിരുമനസ് നിറവേറ്റുന്നതായിരിക്കട്ടെ എനിക്ക് ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അങ്ങനെ മറിയത്തോടൊപ്പം പറയാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.